CPI ആണെങ്കിലും CPM ആണെങ്കിലും അവരുടെ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും മുൻപ് മത്സരിച്ച സിറ്റിംഗ് MLA തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ ഒരു വിൻഡോ, അതായത് ഇന്ന് നാളെ അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് മാത്രം പക്ഷേ അവർക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന് കരുതുക വയ്യ. കാരണം ഇനിയും 10-25 ദിവസമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ഇനി UDFന് മുന്നേറാൻ കഴിയുമെങ്കിൽ നല്ല സ്ഥാനാർത്ഥികൾ. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഈ സ്ഥാനാർത്ഥികൾ പലരും പുതുമുഖങ്ങളാണെങ്കിൽ അത് 2021 UDFന് പുറകോട്ടടിച്ച ഒരു കാര്യമാണ്. പല യുവ നേതാക്കളെയും 50ഓളം യുവ നേതാക്കളെ കഴിഞ്ഞ തവണ കോൺഗ്രസ് അവതരിപ്പിച്ചെങ്കിലും പലരെയും മണ്ഡലത്തിൽ പരിചിതരല്ലാത്തതുകൊണ്ടും പലരും പുതുമുഖങ്ങളായിരുന്നതുകൊണ്ടും അവരെ അവിടെ ഒരു ഓളമുണ്ടാക്കാൻ അവർക്ക് സമയമെടുത്തു. അല്ലെങ്കിൽ അവരെ എല്ലായിടത്തും അവർക്ക് ഓടിയെത്താൻ പറ്റിയില്ല. റോഡ് ഷോകൾ കൊണ്ട് മാത്രം വോട്ടർമാരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇവർ ജീപ്പിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കയറി കൈവീശി കാണിച്ചത് കൊണ്ട് മാത്രം വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ UDFന് കിട്ടിയ ആ ഒരു മുന്നേറ്റം, അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇവിടെ കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം അത് ചെറിയ തോതിലല്ല, വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. അത് മാത്രമല്ല, മധ്യ കേരളത്തിലൊക്കെ പലയിടത്തും ഈ സ്ഥാനാർത്ഥികളെ നോക്കാതെ പൊളിറ്റിക്കൽ വോട്ട് എന്ന നിലയ്ക്ക് തന്നെ മധ്യ കേരളത്തിലൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, UDFന് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പലരോടും നമുക്ക് സംസാരിക്കുമ്പോൾ വ്യക്തമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ ഒരു മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വോട്ടുകൾ UDFന് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് സ്ഥാനാർത്ഥികൾ തന്നെയാണ്. സ്ഥാനാർത്ഥികൾ വലിയൊരു ഘടകം തന്നെയാണ്. 25 ദിവസമാണോ 20 ദിവസമാണോ ആയിക്കോട്ടെ, പക്ഷെ മികച്ച സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ വേറൊരു തരത്തിൽ നമുക്കിതിനെ നോക്കാം. LDFൻ്റെ സ്ഥാനാർത്ഥികൾ വന്നു. ഇപ്പം നേമത്ത് ആരാണ്, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ആരാണ്, ഈ പലയിടത്തും ഈ വളരെ നിർണായകമായി ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ CPM ഇപ്പോൾ പാലക്കാട് ഒഴിച്ചിട്ടിട്ടുണ്ട്. അതുതന്നെ അവർ അവിടെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ, പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ കോൺഗ്രസിനിപ്പോൾ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് CPMൻ്റെ സ്ഥാനാർത്ഥികളെ മനസ്സിലായ സ്ഥിതിക്ക് കോൺഗ്രസിന് ആ രീതിയിൽ സാമുദായികമായിട്ടും മറ്റും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുള്ള സമയമുണ്ട്.